ഹായ് മക്കളെ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ഓൾറെഡി നയൻത്തിൻ്റെ ഫിസിക്സ് മോഷൻ ചാപ്റ്ററിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് വീഡിയോ ആണ് വരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമാണ് മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഡിസ്റ്റൻസിന് എക്സാമ്പിൾ പറയാം, ഡിസ്റ്റൻസിന് നമുക്ക് ക്വാണ്ടിറ്റീസ്, ഫിസിക്കൽ ക്വാണ്ടിറ്റി ക്ലാസിഫിക്കേഷൻ അതൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ അതൊക്കെയാണ് പറയാൻ പോകുന്നത്. ജസ്റ്റ് ഞാൻ കുറച്ച് സെന്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നോട്ട്സ് വേണം എന്നുള്ളവർ അതൊന്ന് എഴുതിയെടുക്കണം കേട്ടോ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? The quantities distance and displacement are called the physical quantities. Okay, distance എന്നുള്ളതും ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ക്വാണ്ടിറ്റിനെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ബിക്കോസ് നമുക്കത് കാണാൻ അല്ലെങ്കിൽ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്റ്റൻസ് മിസ് ഇപ്പൊ ഇവിടെ നിന്നു ഐ ജസ്റ്റ് കം അപ്പ് ടു ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ വരെ വരികയാണെങ്കിൽ ഞാനൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തില്ലേടാ. ആ ഡിസ്റ്റൻസ് മിസ് കവർ ചെയ്തത് കൊണ്ട് എനിക്ക് ഇത്രയും ഡിസ്റ്റൻസ് ആണ് ഞാൻ കവർ ചെയ്തത്, അല്ലെ നമ്മൾ കവർ ചെയ്ത ഡിസ്റ്റൻസ് എന്താണ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഡിസ്റ്റൻസ് എന്നും ഡിസ്പ്ലേസ്മെന്റ് എന്നും പറയാം. ആൻഡ് ദിസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ് ആസ് ദ സ്കേലാർ ക്വാണ്ടിറ്റി ആൻഡ് ദ വൺ വിച്ച് ഇസ് ദ വെക്ടർ ക്വാണ്ടിറ്റി. ഇനി എന്താണ് സ്കേലാർ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? The physical quantity which have only magnitude, കണ്ടോ, only magnitude is called the quantity. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ളതിനെ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. അപ്പൊ എന്താണ് മാഗ്നിറ്റ്യൂഡ് പറയാം? ആൻഡ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഇസ് കോൾഡ് ദി വെക്ടർ ക്വാണ്ടിറ്റി. അപ്പോ നമുക്കിപ്പോ രണ്ട് ടേംസ് ന്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ആയിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡിറക്ഷൻ. ഡിറക്ഷൻ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആംഗിളോ ഒരു ഇൻക്ലിനേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ ചേഞ്ച് ആവോ, ഇതൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിറക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ വാട്ട് ഇസ് മാഗ്നിറ്റ്യൂഡ്? ഇപ്പൊ മിസ് പറയുകയാണ്, ഒരു ഡിസ്റ്റൻസ് ഓഫ് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് കവർ അപ്പ് ചെയ്തു. കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റൻ അങ്ങനെയല്ലേ വരിക, നിങ്ങൾക്ക് ക്വസ്റ്റൻ അങ്ങനെയല്ലേ വരിക, കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 12 കിലോമീറ്റർ. ഈ 12 കിലോമീറ്റർ എന്ന് പറയുന്നതാണ് ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലേ. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡ് വാല്യൂ ആണ്. ഇതിനെയാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 12 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്ന പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ വിത്ത് ദ മാഗ്നിറ്റ്യൂഡ് ഹിയർ. സോ ദ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ എന്താണുള്ളത്, സ്കേലാർ ക്വാണ്ടിറ്റി വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് അല്ലേ. അപ്പൊ ഈ 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാഗ്നിറ്റ്യൂഡുമാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രമേ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളെങ്കിൽ അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ദിസ് മാഗ്നിറ്റ്യൂഡിനെ നമുക്ക് എന്തെന്ന് പറയാം, ഡിസ്റ്റൻസ് എന്ന് പറയാം. അങ്ങനെയെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റി എന്തായി, ഡിസ്റ്റൻസ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ. ബിക്കോസ് മിസ് ഇവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറഞ്ഞുള്ളൂ. ഡിറക്ഷൻ ടുവാർഡ്സ് ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ അല്ലെങ്കിൽ 360 ഡിഗ്രി റൊട്ടേഷൻ എടുത്തുന്നോ 120 ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ട് സ്ലാൻഡിങ് ആയിട്ട് പോയി മൂവ് ചെയ്തെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. വെറുതെ എന്താ പറഞ്ഞ, കാർ ട്രാവൽസ് 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്നല്ലേ പറഞ്ഞുള്ളൂ. which means here signifies only the magnitude, so the distance is a scalar quantity. Clear അല്ലേ? ഇനി അടുത്ത് എന്താണ് വെക്ടർ ക്വാണ്ടിറ്റി? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി which does have only എന്തൊക്കെയാണ്, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിറക്ഷൻ ഇസ് കോൾഡ് ദി വെക്ടർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും ഉണ്ട് എങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി. ഞാൻ പറയാണ്, എ കാർ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് 15 കിലോമീറ്റർ towards east and then turn 5 kilometer towards right. അപ്പൊ ആദ്യം എന്ത് പറഞ്ഞു, 15 കിലോമീറ്റർ ഈസ്റ്റിലോട്ട് ട്രാവൽ ചെയ്തു. ഈസ്റ്റിൽ ട്രാവൽ ചെയ്തിട്ട് 15 കിലോമീറ്റർ കവർ ചെയ്തപ്പോ എന്ത് ആയി, അഗെയിൻ 5 കിലോമീറ്റർ റൈറ്റിലോട്ട് പോയി അല്ലേ. 5 കിലോമീറ്റർ റൈറ്റിലോട്ട് പോയി. അപ്പൊ ഡിറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് മാത്രമാണ്, എലോങ് എ സ്ട്രെയിറ്റ് പാത്ത് ആണ്, അപ്പൊ മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് പാത്തിൽ കൂടി അല്ല പോകുന്നത്, ഡിറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ടുവാർഡ്സ് റൈറ്റിലേക്ക് അഗെയിൻ 5 കിലോമീറ്റർ കൂടി ട്രാവൽ ചെയ്തു. അപ്പൊ ഈ ട്രാവൽ ചെയ്യുന്ന സ്ട്രീം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അല്ലെങ്കിൽ ആ പാത്ത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ പാത്ത് ചേഞ്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു, ഡിറക്ഷൻ ഫോം ചെയ്യുന്നു. പക്ഷേ ഓൾവേസ് ബി ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ദെയർ. ഫസ്റ്റ് 15 കിലോമീറ്റർ ട്രാവൽ ചെയ്തു, ആഫ്റ്റർ ദാറ്റ് 5 കിലോമീറ്റർ, ടോട്ടലി ഡിസ്റ്റൻസ് ഓഫ് 20 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഈ 20 കിലോമീറ്റർ രണ്ട് ഡയറക്ഷൻ ആയിട്ടാണ്, എലോങ് ദ സ്ട്രെയിറ്റ് ലൈനിലല്ല.
അപ്പൊ എന്തും വന്നു, മാഗ്നിറ്റ്യൂഡും വന്നു, ഡിറക്ഷനും വന്നു. സോ ദിസ് ബി ദ ഡിസ്പ്ലേസ്മെന്റ്. ക്ലിയർ ആണോ? ഇനി നോക്കോ, മിസ് ഇവിടെ ഒരു സർക്കുലർ പാത്ത് വരച്ചിട്ടുണ്ട്. ആൻഡ് ഐ സെഡ് a point or a traveler. A traveler starts from the point, ഇതിനെ നമുക്ക് എന്ത് പോയിന്റ് എന്ന് പറയാം, പോയിന്റ് പി എന്ന് പറയാം. എ എന്നുള്ള ട്രാവലർ ട്രാവൽ ചെയ്ത് സർക്കുലർ ഡിറക്ഷൻ ഓർ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് എന്ത് ചെയ്തു, ആൻഡ് എൻഡിങ് അറ്റ് ദ പോയിന്റ് എ തന്നെയാണ്. എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. എൻഡ് ടു എൻഡ് ഇല്ലേ, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ തിരിച്ചു വരും. അതാണ് എൻഡ് ടു എൻഡ് കണക്ഷൻ എന്ന് പറയാം. അപ്പൊ എൻഡ് ടു എൻഡ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡസ് ദിസ് പൊസിഷൻ ഹാവ് എനി, ഡസ് ഇറ്റ് ഹാവ് എനി ഡിസ്പ്ലേസ്മെന്റ്? അതാണ് ക്വസ്റ്റ്യൻ. ഇതിന് ഡിസ്റ്റൻസ് ഉണ്ടോ? ഡിസ്റ്റൻസ് ഇത് ഇത്രയും ട്രാവൽ ചെയ്ത് വരുന്നത് ചുറ്റി ഫുള്ള് വരികയല്ലേ, ആ സർക്കുലർ പാത്ത് ഫുള്ള് ഫോളോ ചെയ്യുവാണല്ലോ. അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേനും ഈ സർക്കുലർ പാത്തിൽ മൊത്തം എക്സേർട്ട് ചെയ്യുന്ന ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വന്ന ആ ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഉണ്ട്. ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഡസ് ഇറ്റ് ഹാവ് എനി ഡിസ്പ്ലേസ്മെന്റ്? അതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? നോ ഡിസ്പ്ലേസ്മെന്റ്. എന്തുകൊണ്ട്? അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കവർ അപ്പ് ചെയ്യുന്ന ടോട്ടൽ ഉള്ള ഒരു സ്ട്രേറ്റ് ലൈനിലോ ഒരു പാത്ത് കവർ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ്, അല്ലെങ്കിൽ ടോട്ടൽ ദ ഒറിജിനൽ പാത്ത് ട്രാവൽഡ് ഇസ് ദ ഡിസ്റ്റൻസ്. സോ ഹിയർ we get the distance traveled by this traveler A is area of the circle, which is 2 pi r. Okay, so the distance traveled by the traveler A is the area of the circle, because fully end to end connection along a circular path ലാണ് ട്രാവൽ ചെയ്തത് അല്ലേ. സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്തത് കൊണ്ട് ഏരിയ, സർക്കുലർ പാത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 2 pi r ആണ്. ദിസ് 2 pi r be the total distance covered. Okay, this 2 pi r be the total distance covered. ഇനി ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ എൻഡിൽ തിരിച്ചു വന്നു. അങ്ങനെ ആകുമ്പോൾ ഒരു ഡയറക്ഷൻ പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇങ്ങോട്ട് പോയി കറങ്ങി ചുറ്റി ഇവിടെ നിന്ന് എഗെയിൻ കറങ്ങി ഞാൻ ഇവിടെ തന്നെ വന്നു. സർക്കുലർ പാത്താണ് എക്സേർട്ട് ചെയ്തത്. തല ഇറങ്ങുന്നു, വയസ്സുപ്രായമൊക്കെ ആയി. അപ്പോ ഏരിയ 2 pi r ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായി? ഡിസ്പ്ലേസ്മെന്റ് ഫുൾ റൊട്ടേഷൻ എടുത്തില്ലേ? ആ റൊട്ടേഷൻ എടുക്കുമ്പോൾ എന്തില്ല? എൻഡ് ടു എൻഡ് കണക്ഷൻ ആണെങ്കിൽ അവിടെ സീറോ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇത്ര ഓർത്താ മതി. അത് സർക്കുലർ പാത്ത് അല്ല, ഒരു ട്രയാങ്കുലർ ആണെങ്കിലും ഒരു റെക്ടാങ്കുലർ ഡിറക്ഷൻ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും എന്ത് എങ്ങനെയുള്ള പാത്ത് ആണെങ്കിലും അത് എൻഡ് ടു എൻഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ there is no displacement exerting there. Okay, ഒരു ഡിസ്പ്ലേസ്മെന്റും തന്നെ ഇല്ല. അവിടുത്തെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്തെന്ന് പറയാം? ഡിസ്റ്റൻസ് 2 pi r ആണെങ്കിൽ സീറോ എന്തായി? സീറോ ഡിസ്പ്ലേസ്മെന്റ്. മനസ്സിലായോ? സീറോ ഡിസ്പ്ലേസ്മെന്റ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അതിനാണ് മിസ് ഈ എൻഡ് ടു എൻഡ്, ഒരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ എൻഡിൽ തന്നെ വന്ന് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സെക്ഷനിലും ഒരു സൈഡിലും ഒരു പാത്തിലും എന്തുണ്ടാവില്ല? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. rather there should occur a distance when a body changes, when any body travels from this particular origin position to 20 kilometer towards a straight line, and then take the first right, നമ്മൾ പറയില്ലേ, first right to 8 kilometer, then take again towards ഇങ്ങടെ റൈറ്റിലേക്ക് പോയി 5 kilometer. Then here this traveler or this body should have the distance and the displacement. Distance കൊണ്ട്, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 plus 8 plus 5, ദാറ്റ് ഈസ് എത്രയാ? 28 plus 5 ആവുമ്പോഴത്തേനും 33 കിലോമീറ്റർ. അത് മാഗ്നിറ്റ്യൂഡ്. ഇനി അത് ഡിസ്റ്റൻസ് ആയിട്ട് പറയോ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പറയോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് തന്നെ പറയും. പക്ഷെ നമ്മൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡിസ്റ്റൻസ് എത്ര, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വന്നാലാണ് അത് വെക്ടർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് അത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പൊ ഈ 33 കിലോമീറ്റർ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ആണ്. ആൻഡ് അതിനൊരു എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും വന്നാൽ വെക്ടർ ക്വാണ്ടിറ്റി ഡിസ്പ്ലേസ്മെന്റ് എന്നല്ലേ പറയാ. ദിസ് പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ റെപ്രസെന്റ് ഇറ്റ് ആസ് ദ മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് ഡിറക്ഷൻ ഇൻക്ലൂഡ് ചെയ്ത ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് വേണം നിങ്ങൾ അവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ.
അപ്പോ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന 33 കിലോമീറ്റർ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നുണ്ടല്ലോ √20² + 8² + √8² + 5². അത് ഡിസ്പ്ലേസ്മെന്റ് കാണുന്നത് എങ്ങനെയാന്ന്, ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പൊ ഇപ്പൊ നമ്മള് ജസ്റ്റ് ആദ്യത്തെ വീഡിയോയിൽ എന്താണോ പറഞ്ഞിരുന്നത് അതിനെ കുറച്ചുകൂടി ഒന്ന് വൈബ്രന്റ് ആയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ പോയിന്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ദ വൺ ഇമ്പോർട്ടന്റ് പോയിന്റ് ദാറ്റ് വിച്ച് ഐ ഡിസ്കസ് ടുഡേ ഇസ് ദിസ് പാത്ത് അലോങ് എ സർക്കുലർ പാത്തിലുള്ളത് അല്ലെ. ട്രാവലർ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് അല്ലെ. അപ്പൊ മൂവ്സ് അലോങ് എ സർക്കുലർ പാത്ത് ആവുമ്പോ എന്താണ്, അവിടെ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അതാണ് എൻഡ് ടു എൻഡ് കണക്ഷൻ വന്നാൽ അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഇവിടം വരെ പോയി, ഇങ്ങനെ ആരോ മാർക്ക് എന്താണ്, എ ബി സി, സ്റ്റാർട്ട്സ് ഫ്രം എ ടുവാർഡ്സ് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് അഗെയിൻ റിട്ടേൺ ബാക്ക് ടു എ. അപ്പോ എൻഡ് ടു എൻഡ് അല്ലേ, ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ബി പോയി, ബിന്ന് സി വന്നു, സിന്ന് അഗെയിൻ ബാക്ക് ടു എ വന്നല്ലോ. അപ്പൊ എൻഡ് ടു എൻഡ് കണക്ഷൻ ആയിട്ട് അവിടെ എന്തില്ല, ഷുഡ് നോട്ട് ബി എനി ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ക്ലിയർ ആണോ മക്കളെ? മിസ് ഇപ്പൊ ബോർഡിൽ എഴുതിയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ 9th CBSE 9th ഫിസിക്സ് ടെക്സ്റ്റ് അറിയാലോ. ഈ ടെക്സ്റ്റില് മോഷൻ, ഡിസ്ക്രൈബിംഗ് മോഷൻ അറൌണ്ട് അസ് എന്നുള്ള ചാപ്റ്ററിന്റെ എക്സസൈസ് ചാപ്റ്റർ ലാസ്റ്റ് വരുന്ന പേജ് നമ്പർ 68 റിവൈസ്, റിഫ്ലക്ട്, റിഫൈൻ കിടക്കുന്ന സെക്ഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. ഇതാണ് മിസ് എഴുതിയിട്ടുള്ളത് ഇപ്പോ. അപ്പോ മൈ ഫാദർ വെന്റ് ടു എ ഷോപ്പ് ഫ്രം ഹോം which is located at a distance of 250 meter on the straight road. അപ്പോ ഒരു സ്ട്രെയിറ്റ് റോഡ്, അവിടെ മൈ ഫാദർ എന്നുള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്രം ഹോം ഷോപ്പ് 250 മീറ്റർ മാറിയിട്ടാണ്. ഇത് ഫാദർ, ഇത് ഷോപ്പ്. നിങ്ങൾ വരച്ചു നോക്കി ചെയ്താൽ മതി. എന്ത് ക്വസ്റ്റ്യൻ കണ്ടാലും ഡയറക്ഷൻ ഇട്ടൊന്ന് വരച്ചു പോയിക്കോ. ആ വരയ്ക്കുന്നതിന് മേ ബി ടീച്ചേഴ്സ് മാർക്ക് തരൂട്ടാ. അപ്പോ ഇവിടെ നിന്ന് ഷോപ്പ് വരെ എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, 250 മീറ്റർ ഉണ്ട്. പുള്ളി ഇവിടെ മുതൽ നടന്ന് ഷോപ്പിൽ 250 മീറ്റർ നടന്നിട്ടാണ് ഷോപ്പിലേക്ക് പോകുന്നത്. ഓൺ റീച്ചിങ് ദെയർ, അതായത് ഇവിടം വരെ എത്തി, അപ്പൊ ഓൾറെഡി കവേർഡ് ദ 250 മീറ്റർ. ഹി ഡിസ്കവേർഡ് ദാറ്റ് ഹി ഫോർഗോട്ട് ടു ക്യാരി എ ക്ലോത്ത് ബാഗ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആണ് ഓർക്കുന്നത് എന്ത് ചെയ്തിട്ടില്ലാന്ന്, ബാഗ് എടുത്തിട്ടില്ല, കവർ കൊണ്ടുവന്നിട്ടില്ല, സാധനം മേടിക്കാനല്ലേ. അപ്പൊ ഉടനെ പുള്ളി എന്ത് ചെയ്തു, ഹി കെയിം ബാക്ക് ടു ടേക്ക് ഇറ്റ്, തിരികെ വന്നു. അപ്പൊ വൺ ഡിറക്ഷൻ ഒരു പ്രാവശ്യം ഇത് പോയി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടൈം റിട്ടേൺ വരികയാണ്. എന്താണ്, ടേക്ക് ക്യാരി ബാഗ്. ഞാൻ ഇവിടെ സെന്റൻസ് ആക്കി എഴുതി ഇടാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടേക്ക് ക്യാരി ബാഗ് എടുക്കാൻ വേണ്ടി റിട്ടേൺ വന്നു. അവിടെ നിന്ന് എന്ത് ചെയ്തു, അഗെയിൻ ബാക്ക് ടു ഷോപ്പ് അല്ലേ, ഷോപ്പിലോട്ട് ബാക്ക് ടു ഷോപ്പ് ബൈ ക്യാരി ദ ക്യാരി ബാഗ്. ക്യാരി ബാഗ് ക്യാരി ചെയ്തുകൊണ്ട് ഷോപ്പിലോട്ട് പോവാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും, went to the shop again, bought provision and came back home. സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അഗെയിൻ തിരിച്ച് വീട്ടിലേക്ക് വന്നു. റിട്ടേൺ ഹോം ആഫ്റ്റർ പർച്ചേസ് അല്ലെ, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരികെ വന്നു. ഹൗ മച്ച് വാസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഹിം. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആ പുള്ളി ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല, മിസ് എല്ലാം ഇങ്ങനെ എഴുതി വരച്ചിട്ടിട്ടുണ്ടായിരുന്നു. 250 മീറ്റർ ടോട്ടൽ ഉണ്ട്. ആ 250 മീറ്ററിൽ ആദ്യം വൺ ഡിറക്ഷൻ പോയി, അത് കഴിഞ്ഞ് ക്യാരി ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അഗെയിൻ ക്യാരി ബാഗ് എടുക്കാൻ വേണ്ടി റിട്ടേൺ വന്നു. ദെൻ ക്യാരി ബാഗുമായിട്ട് ഷോപ്പിലോട്ട് സാധനം മേടിക്കാൻ പോയി, അത് കഴിഞ്ഞ് സാധനവും മേടിച്ച് തിരികെ വന്നു. ഇപ്പൊ 250 മീറ്റർ 4 ടൈംസ് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് is equal to 50 into how many times, 4 times, which is 1000 മീറ്റർ, 1 കിലോമീറ്റർ അല്ലെ. 250 മീറ്റർ ആയിരുന്നു, അതുകൊണ്ട് ഇവിടെ മീറ്റർ തന്നെ എഴുതണം, ഏതെങ്കിലും ഇഷ്ടത്തിന് എഴുതരുത്.
മീറ്റർ ആവുമ്പോൾ മീറ്റർ തന്നെ എഴുതാം. സോ 250 മീറ്റർ ഇൻറ്റു 4 1000 മീറ്റർ. 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. സോ 1000 മീറ്റർ ആണ് പുള്ളിയുടെ എന്ത് ഡിസ്റ്റൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹിസ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഹോം? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്ന് ആലോചിക്കണം. മിസ് 2 പോയിന്റ്സ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, എൻഡ് ടു എൻഡ് കണക്ഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. ആൻഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ മാത്രമാണെങ്കിൽ അവിടെ ഡിസ്റ്റൻസേ ഉള്ളൂ. ഈ 2 പോയിന്റ് പറഞ്ഞിരുന്നു. ഇത് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ പോകുന്നു, അതേ ലെങ്ത് തിരികെ പാത്ത് ട്രാവൽ ചെയ്യുന്നത് അഗെയിൻ തിരിച്ചു വരുന്നു അല്ലെ. ആൻഡ് ഇത് പോകുന്നു വരുന്നു അങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ റൊട്ടേഷൻ എടുക്കുവോ അല്ലെങ്കിൽ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യോ എന്തെങ്കിലും ചെയ്തോ? ഒന്നുമില്ല. വിച്ച് മീൻസ് എന്താണ്? ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് 0. നോ ഡിസ്പ്ലേസ്മെന്റ് ഹിയർ. ഓക്കെ അല്ലേ? ഡിസ്പ്ലേസ്മെന്റ് 0. Second question, students runs from the ground floor to the 4th floor. ആ ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോ, അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്റ്റുഡൻറ് റൺസ് ഫ്രം ദ ഗ്രൗണ്ട് ഫ്ലോർ ടു ദ 4th ഫ്ലോർ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് ഗ്രൗണ്ട് ഫ്ലോർ 0th ഫ്ലോർ, ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സ്റ്റുഡന്റ് പോയത് 4th ഫ്ലോറിലേക്ക്. ഓക്കെ, സ്റ്റുഡൻസ് റൺസ് from the ground floor to the 4th floor of a school building to collect their book and comes down to their classroom on the 2nd floor. അപ്പൊ 4th ഫ്ലോറിൽ നിന്ന് അടുത്ത് 2nd ഫ്ലോറിലേക്ക് പുള്ളി വന്നു. ഓക്കെ, ആൻഡ് ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലോർ, ഇത് ഫസ്റ്റ്, സെക്കൻഡ്, ഇത് തേർഡ്. ഞാൻ മിസ് വെറുതെ ഇങ്ങനെ വരച്ചാണ് കേട്ടോ. ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ, 4th ഫ്ലോർ. ഹൈറ്റ് ഓഫ് ഈച്ച് ഫ്ലോർ ഇസ് 3 മീറ്റർ അല്ലേ? h is equal to 3 meter. Height of every floor 3 meter ആണ്. അപ്പൊ ഈസി ആയിട്ട് പറയാം, സ്റ്റുഡൻസ് റൺ ഫ്രം ദ ഗ്രൗണ്ട് ഫ്ലോർ ടു ദ 4th ഫ്ലോർ. അപ്പൊ ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തിട്ടുണ്ട്? ഒരു ഫ്ലോറിന് 3 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ടോട്ടൽ എത്രാമത്തെ ഫ്ലോർ വരെ പോയി? 4th ഫ്ലോർ വരെ പോയി അല്ലേ? ഇനി അവിടെ നിന്ന് തിരികെ വന്നു. അപ്പൊ 4th ഫ്ലോർ വരെ ആകുമ്പോ തന്നെ ടോട്ടലി പുള്ളി കവർ ചെയ്ത ഡിസ്റ്റൻസ് ഗ്രൗണ്ട് ഫ്ലോർ, ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ ടു 4th ഫ്ലോർ വരെ പോകുന്നു ആണല്ലോ. ദെൻ 4th ഫ്ലോർ ടു വെന്റ് ബാക്ക് ടു ഹിസ് ക്ലാസ് റൂം ഓൺ 2nd ഫ്ലോർ അല്ലേ. അപ്പൊ ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് ഹി കവേർഡ് ഈസ് എത്രയായിരിക്കും? 0 to 4th ഫ്ലോർ വരെ പോയില്ലേ? 0 to 4 ഇൻറ്റു ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് എത്രയാ? 3 പ്ലസ് 4th ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോർ വരെ -2 ഇൻറ്റു 3. അപ്പോൾ 0 to 4 ഇൻറ്റു 3 പ്ലസ് 4 - 2 2. 4th ഫ്ലോർ ടു 2nd ഫ്ലോർ വരെയുള്ള ഡിസ്റ്റൻസ് 2 ഫ്ലോർ, 2 ഇൻറ്റു 3. അപ്പോൾ എത്രയാ? 12 പ്ലസ് 6 18 meter be the total distance vertically he covered. Total distance ആണ്. ഇനി ഡിസ്പ്ലേസ്മെന്റ്, ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞത്, പക്ഷെ റെക്കോർഡായത് ആയില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല. സോ ഡിസ്പ്ലേസ്മെന്റ് മിസ് ഇവിടെ ഈ ചാപ്റ്റർ പറഞ്ഞു തുടങ്ങി 2 മെയിൻ പോയിന്റ്സ് ആണ് പറഞ്ഞത്. എന്താണ്? നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം, നോട്ടാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാല്, ഒന്ന്, ഡിസ്റ്റൻസ് ഇസ് ദ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ദ പാത്ത് ട്രാവൽഡ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞത് എന്താണ്? എൻഡ് ടു എൻഡ് കണക്ഷൻ, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അതേ പോയിന്റിൽ വന്ന് എൻഡ് ചെയ്താൽ എന്തില്ല? ഡിസ്പ്ലേസ്മെന്റ് ഇല്ല. അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണെന്ന് പറഞ്ഞു. ക്ലിയർ? എൻഡ് ടു എൻഡ് കണക്ഷൻ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, 0 ആണെന്നും, അലോങ് എ സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ട്രാവൽ ചെയ്ത് അവിടെ ഡിസ്റ്റൻസ് മാത്രമേ ഒക്കറേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാത്ത കേസ് ഡിറക്ഷൻ എങ്ങനെ വന്നാലും ടുവേർഡ്സ് റൈറ്റ് പോയി, ലെഫ്റ്റ് പോയി, അല്ലെങ്കിൽ ഈസ്റ്റ് പോയി, നോർത്ത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോഡി ട്രാവൽ ചെയ്യുന്നു അങ്ങനെയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ദേ ഷുഡ് ഒക്കർ ദി ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഒക്കർ ചെയ്യും. പക്ഷേ ഇവിടെ ഇപ്പൊ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്ത് പുള്ളി 4th ഫ്ലോറിൽ പോയി, അവിടെ നിന്ന് 2nd ഫ്ലോറിൽ വന്നു.
എന്നിട്ട് ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് എടുക്കുക? ഇവിടെ മുതൽ ഫോർത്ത് വരെ പോയിട്ട് ഫോർത്ത് നിന്ന് സെക്കൻഡ് വരെ എടുക്കുമോ? അല്ലടാ. കാരണം ബിക്കോസ് the displacement is also defined as the shortest distance traveled അല്ലെങ്കിൽ shortest distance covered is the displacement. നിങ്ങൾ +1 എത്തുമ്പോൾ സയൻസ് എടുക്കുന്നവർക്ക് ഫിസിക്സിൽ പഠിക്കാൻ പറ്റും. അവിടെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ, ഒറ്റ ചാപ്റ്റർ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. സോ അവിടെ നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവേർഡ് ഇസ് ദ ഡിസ്പ്ലേസ്മെന്റ്. ഏറ്റവും കുറച്ച് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ പാത്ത് എലോങ് ഒരു ഇൻക്ലിനേഷനോ എന്താ പറയാ ഒരു ഡയറക്ഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ടു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ്? സെക്കൻഡ് ഫ്ലോർ പൊസിഷൻ അച്ചീവ് ചെയ്തു. അവിടെ എവിടെയായിരുന്നോ ഡെസ്റ്റിനേഷൻ എവിടെയായിരുന്നോ അവിടെ അച്ചീവ് ചെയ്തു. ബിക്കോസ് ഹി ഈസ് ഇൻ ദ ക്ലാസ് റൂം റൈറ്റ് നൗ പുള്ളി ഇപ്പൊ ക്ലാസ് റൂമിലാണ്. അപ്പൊ പുള്ളിയുടെ ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്തെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നത്. ഈ പൊസിഷനിൽ നിന്ന് എങ്ങോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ ഡെസ്റ്റിനേഷൻ വരെ, ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് ചോദിക്കുന്നത്. അതാണ് അവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് സെക്കൻഡ് ഫ്ലോർ വരെ, ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് 3 മീറ്റർ. അപ്പൊ സെക്കൻഡ് ഫ്ലോർ വരെ ആകുമ്പോൾ ടോട്ടൽ എത്ര ഹൈറ്റ് ഉണ്ടാവും? 6 മീറ്റർ. 3 + 3 6 അല്ലെങ്കിൽ 2 × 3. മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പൊ ഈ 6 മീറ്റർ ആണ് നമ്മൾ ഇപ്പോ ഈ ബോയ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡന്റ്, എനിക്ക് ബോയ് എന്ന് വരുന്നത്, ആ സ്റ്റുഡന്റ് കവർ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. ഡിസ്പ്ലേസ്മെന്റ് ബി ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് അലോങ് എ സർക്കുലർ പാത്ത് ഓർ ദ എൻഡ് ടു എൻഡ് കണക്ഷൻ there should have no displacement. അല്ലെ, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ഉറപ്പല്ലേ? ആണല്ലോ, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ആൻഡ് the displacement is also defined as the shortest distance covered.